ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ദി ആസ്ട്രോണമർ എന്ന കവിതയുടെ സമ്മറിയാണ്. ആദ്യം നമുക്ക് രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് നോക്കാം. അദ്ദേഹം ഒരു പോയറ്റാണ്, ആർട്ടിസ്റ്റാണ്, മ്യൂസീഷ്യനാണ്, ഫിലോസഫറാണ്. അദ്ദേഹം പലപ്പോഴും ഗുരുദേവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായ ഗീതാഞ്ജലി 1913 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹമായി. അദ്ദേഹം ഒരു വലിയ സാഹിത്യപ്രതിഭ മാത്രമായിരുന്നില്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു വലിയ പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയും പിന്നെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായ അമർ ഷോണാ ബംഗ്ലായും രചിച്ചത് അദ്ദേഹമാണ്. ഈ കവിതയിൽ ഒരു കുട്ടിയും ആ കുട്ടിയുടെ ദാദ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത സഹോദരൻ, അവർ തമ്മിലുള്ള സ്നേഹപൂർണമായ സംഭാഷണമാണ് കാണിക്കുന്നത്. ഈ കവിതയുടെ മുഖ്യ ആശയം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ നിഷ്കളങ്കമായ ഭാവനയും ഒരു മുതിർന്ന ആളിൻ്റെ യുക്തിപരമായ ചിന്തയും തമ്മിലുള്ള വ്യത്യാസമാണ്. കുട്ടിയുടെ മനസ്സിലുള്ള അത്ഭുതബോധവും പ്രകൃതിയുമായി ചേർന്നുള്ള ചിന്തകളും ടാഗോർ വളരെ സുന്ദരമായിട്ടാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ചെറിയ കുട്ടിക്ക് തൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ വളരെ രസകരവും അത്ഭുതകരവുമായിട്ട് തോന്നും. പക്ഷേ അത് മുതിർന്ന ആളുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെയല്ല. ഈ കവിതയിൽ ടാഗോർ വളരെ മനോഹരമായിട്ടാണ് ആ ഒരു ചെറിയ കുട്ടിയുടെയും ആ കുട്ടിയുടെ മൂത്ത സഹോദരൻ്റെയും സംഭാഷണങ്ങൾ വിവരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പോയത്തിൻ്റെ സമ്മറിയിലേക്ക് കടക്കാം. ഫസ്റ്റ് ആൻസർ: I only said when in the evening the round full moon gets entangled among the branches of the datum tree. Couldn't somebody catch it? കവിതയുടെ തുടക്കത്തിൽ ഒരു കുട്ടി വൈകുന്നേരത്തിൽ പൂർണ്ണചന്ദ്രനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ കുട്ടിക്ക് തോന്നുകയാണ് ചന്ദ്രൻ ഒരു ഡാഡം ട്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാതള നാരങ്ങ മരത്തിൻ്റെ കൊമ്പുകളിൽ കുടുങ്ങിയതുപോലെ. ആ കുട്ടിക്കപ്പോൾ വളരെ അത്ഭുതം തോന്നി. അങ്ങനെ ആ അത്ഭുതം നിറഞ്ഞ മനസ്സോടെ ആ കുട്ടി തൻ്റെ ദാദ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത സഹോദരനോട് ചോദിക്കുകയാണ് ആ ചന്ദ്രനെ ആരെങ്കിലും പിടിക്കാമോ എന്ന്. ഇത് കാണിക്കുന്നത് ഒരു ചെറിയ കുട്ടിയുടെ ഭാവന, കാൽപ്പനികതയും ലോകത്തോടുള്ള അതിൻ്റെ കൗതുകവുമാണ്. ഇനി സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. ബട്ട് ദാദ laughed at me and said, "Baby, you are the silliest child I have ever known. The moon is ever so far from us. How could anybody catch it?" സെക്കൻഡ് സ്റ്റാൻസിൽ ആ കുട്ടിയുടെ മൂത്ത സഹോദരൻ ആ കുട്ടിയുടെ ചോദ്യത്തിന് ഉത്തരം പറയാണ്. ആ കുട്ടിയുടെ ചോദ്യം കേട്ടപ്പോൾ ആ കുട്ടിയുടെ സഹോദരനെ ചിരി വരികയാണ്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയാണ് താൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഫൂളിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിഷ്കളങ്കനായിട്ടുള്ള കുട്ടി നീയാണ് എന്ന്. ചന്ദ്രൻ വളരെ ദൂരെയായതിനാൽ അതിനെ ആരും പിടിക്കാനാവില്ലെന്ന് അവൻ വിശദീകരിക്കുന്നു. ഇവിടെ ആ സഹോദരൻ കാര്യങ്ങളെ യുക്തിപരമായും ശാസ്ത്രീയമായുമാണ് ചിന്തിക്കുന്നത്. തേർഡ് സ്റ്റാൻസ: I said, "Dada, how foolish you are. When mother looks out of her window and smiles down at us playing, would you say she is far away?" ഈ സ്റ്റാൻസിൽ പറയുന്നത് ആ ഒരു ചെറിയ കുട്ടിയുടെ ലോകം അത് വളരെ വ്യത്യാസമാണ്, വളരെ കൗതുകവും ഭാവനയും നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ സഹോദരൻ പറഞ്ഞ ഉത്തരങ്ങളോട് ആ കുട്ടി യോജിക്കുന്നില്ല. ഇവിടെ ആ കുട്ടി തൻ്റെ ദാദയെ തന്നെ മണ്ടൻ എന്ന് പറയാണ്, ഫൂളിഷ് എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടി തൻ്റെ ദാദയോട് ചോദിക്കുകയാണ്, അമ്മ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കി നമ്മൾ കളിക്കുന്നത് കണ്ട് ചിരിക്കുമ്പോൾ അമ്മ വളരെ ദൂരെയാണ് എന്ന് പറയാമോ എന്ന് ചോദിക്കുകയാണ്. ആ കുട്ടി ഉദ്ദേശിക്കുന്നത് അമ്മയെ കാണുന്നത് പോലെ തന്നെയാണ് ആ കുട്ടി ചന്ദ്രനെയും കാണുന്നത്. ചന്ദ്രനും അടുത്തുള്ളത് പോലെയാണ് ആ കുട്ടിക്ക് തോന്നുന്നത്. ഫോർത്ത് സ്റ്റാൻസ: Still Dada said, "You are a stupid child. Baby, where could you find a net big enough to catch the moon?" ഈ സ്റ്റാൻസയിൽ ആ കുട്ടിയുടെ മൂത്ത സഹോദരൻ ആ കുട്ടിയെ സ്റ്റുപ്പിഡ് ചൈൽഡ് എന്ന് പറയാണ്. എന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കുകയാണ് ചന്ദ്രനെ പിടിക്കാൻ എത്ര വലിയ വല വേണമെന്ന്. ഫിഫ്ത്ത് സ്റ്റാൻസ: I said, "Surely you could catch it with your hands." ഇവിടെ ആ കുട്ടി ആത്മവിശ്വാസത്തോടെ തൻ്റെ സഹോദരനോട് പറയാണ് ചന്ദ്രനെ കൈകൊണ്ട് പിടിക്കാമെന്ന്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയുടെ മനസ്സിൽ അതിർത്തികളില്ല, അതേപോലെ തന്നെ ചെയ്യാൻ പറ്റാത്തതൊന്നുമില്ല.
കാരണം അവരുടെ മനസ്സ് കാൽപ്പനികതയും സ്നേഹവും നിറഞ്ഞതാണ്. നെക്സ്റ്റ് ആൻസർ. ബട്ട് ദാദ ലോഫ്ഡ് ആൻഡ് സെഡ്, "You are the silliest child I have now. If it came nearer, you would see how big the moon is." ഈ സ്റ്റാൻസയിൽ ആ കുട്ടിയുടെ ദാദ വീണ്ടും ചിരിക്കുകയാണ് ആ കുട്ടീനെ കളിയാക്കിക്കൊണ്ട്. എന്നിട്ട് പറയാണ്, ചന്ദ്രൻ അടുത്തേക്ക് വന്നാലാണ് അറിയൂ അതെത്ര വലുതാണെന്ന്. ഇവിടെ ദാദ കുറച്ചുകൂടി മുതിർന്ന ആളാണ് അല്ലേ. ദാദ ആ കുട്ടിയുടെ സഹോദരനാണ്, മൂത്ത സഹോദരനാണ്. അതുകൊണ്ട് തന്നെ അവനറിയാം ചന്ദ്രൻ എങ്ങനെയാണ്, ചന്ദ്രൻ എത്ര ദൂരത്താണ് എന്നൊക്കെ അവനറിയാം. പക്ഷേ ചെറിയ കുട്ടികളുടെ ലോകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. നമുക്ക് ലാസ്റ്റ് ആൻസർ നോക്കാം. I said, "Dada, what nonsense they teach at your school? When mother bends her face down to kiss us, does her face look very big? But still Dada says, you are a stupid child." ഇവിടെ ആ ചെറിയ കുട്ടി തൻ്റെ ദാദയുടെ ഉത്തരങ്ങളോടും ചിന്തകളോടൊന്നും യോജിക്കുന്നില്ല. കാരണം ഒരു ചെറിയ കുട്ടിയുടെ ലോകം അത് വ്യത്യസ്തമാണ് അല്ലേ. അവരുടെ ലോകം വളരെ ഭാവന നിറഞ്ഞതും അത്ഭുതം നിറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാൻസിൽ ആ ചെറിയ കുട്ടി ദാദയോട് വാദിക്കുകയാണ്. ചന്ദ്രനെ അമ്മയുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് ആ കുട്ടി വാദിക്കുന്നത്. ആ കുട്ടി ചോദിക്കുകയാണ്, അമ്മ അവരെ ഉമ്മ വയ്ക്കാനായി ചുംബിക്കാനായി മുഖം താഴ്ത്തുമ്പോൾ അമ്മയുടെ മുഖം വലുതായി തോന്നാറുണ്ടോ എന്ന്. ആ കുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സിൽ ചന്ദ്രനും അമ്മയുടെ പോലെ ചെറുതാണെന്ന് വെച്ചാൽ അമ്മ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അത്ര വലുതൊന്നല്ല അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ചന്ദ്രനും അടുത്തേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലുതൊന്നല്ല എന്നാണ് ആ കുട്ടി പറയുന്നത്. പക്ഷേ ദാദ എന്താ ചെയ്യുന്നത്, അപ്പോഴും ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നീ ഒരു സ്റ്റുപ്പിഡായിട്ടുള്ള ചൈൽഡാണ് എന്ന് പറയാണ്. അപ്പോൾ ഈ സ്റ്റാൻസിൽ ആ കുട്ടിയുടെ മനസ്സ്, ആ കുട്ടിയുടെ ചിന്താഗതി, ആ നിഷ്കളങ്കത എല്ലാമാണ് ഈ സ്റ്റാൻസിൽ എടുത്ത് കാണിക്കുന്നത്. ലോകത്തെ എങ്ങനെയാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ സ്റ്റാൻസിലൂടെ കാണാൻ പറ്റുന്നതാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ദി ആസ്ട്രോണമർ എന്ന ഈ കവിത ഒരു ചെറിയ കുട്ടിയുടെ ലോകമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു ചെറിയ കുട്ടി ലോകത്തെ കാണുന്നത് വിസ്മയത്തോടു കൂടിയും അത്ഭുതത്തോടു കൂടിയുമാണ്. ഈ കവിതയിൽ ആ ചെറിയ കുട്ടിയുടെ കാഴ്ചയിൽ ചന്ദ്രൻ വളരെ അടുത്തുള്ള സൗഹൃദപരമായിട്ടുള്ള ഒന്നാണ്. ഒരു കളിപ്പാവയെപ്പോലെ പിടിക്കാനാവുന്ന ഒരു വസ്തുവാണ്. അങ്ങനെയാണ് ആ കുട്ടി അതിനെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അമ്മയെപ്പോലെ അടുത്തുള്ള ഒന്നാണ് അല്ലേ, അത്ര വലുതൊന്നല്ല. അമ്മ അടുത്ത് വരുമ്പോൾ എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ചന്ദ്രനും എന്നാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചെറിയ കുട്ടി തൻ്റെ ദാദയുടെ വാക്കുകളോടൊന്നും യോജിക്കുന്നില്ല. ഇവിടെ ദാദ ആ കുട്ടിയുടെ മൂത്ത സഹോദരൻ യുക്തിപരമായിട്ടും ശാസ്ത്രീയമായിട്ടുമാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഉത്തരങ്ങളോടൊന്നും ദാദയും യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ദാദ ആ കുട്ടിയെ എപ്പോഴും സില്ലിയസ്റ്റ് ചൈൽഡ് എന്നും സ്റ്റുപ്പിഡ് ചൈൽഡ് എന്നെല്ലാം വിളിക്കുന്നത്.